എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 64 ശ്ലോകം 7, 8, 9, 10, 11, 12, 13, 14, 15 9 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ആ പൊട്ടൽ കിണറ്റിൽ കിടന്നിരുന്ന ഓന്തിനെ ഭഗവാൻ ഒന്ന് സ്പർശിച്ചപ്പോ തന്നെ അത് ഒരു ദിവ്യ രൂപവേഷധാരിയായിട്ട് അങ്ങോട്ട് മാറുകയാണ്. എന്നിട്ട് ഇതാ ഭഗവാനെ നമസ്കരിക്കണം. ഭഗവാൻ ചോദിക്കണം, ഇത് ആരാണ്, അങ്ങ് എങ്ങനെയാണ് അങ്ങ് ഇങ്ങനെ ഒരു ഓന്തിന്റെ രൂപമായത് ചോദിക്കുമ്പോ അദ്ദേഹം ഇതാ മറുപടി പറയുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. പപ്രച്ഛ വിദ്വാനവിദന്നിദാനം ജനേഷു വിഖ്യാവൈദം മുകുന്ദ കസ്ത്വം മഹാഭാഗ വരേണ്യരൂപോ ദേവോത്തമം ത്വാം ഗണയാമി നൂനം. ഇങ്ങനെ വരാനുള്ള കാരണം എന്താന്ന് ഭഗവാന് നല്ലോണം അറിയാം. എങ്കിലും ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവണല്ലോ. ആ തത്വബോധം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശ്രീ മുകുന്ദൻ ആ ദേവനോട് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുകയാണ്. ഹേ മഹാഭാഗ, പരമോത്കൃഷ്ട സ്വരൂപത്തോടുകൂടിയ അങ്ങ് ആരാ? ദേവന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായ ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ദശാമിമാംബ കഥമേന കർമ്മണ സംപ്രാപിതോ അസ്യദർഹ സുഭദ്ര ആത്മാനമാഖ്യാഹി വിവിത്സതാം നോ യന്മന്യസേന ക്ഷമമത്ര വക്തും. ഹേ സൗമ്യ, ഈ നികൃഷ്ടമായ കൃകലാസരൂപം പ്രാപിക്കാൻ അർഹനല്ലാത്ത അങ്ങയെ ഈ അവസ്ഥ പ്രാപിപ്പിച്ചത് എന്ത് കർമ്മം ചെയ്തിട്ടാണ്? അതൊന്ന് ഞങ്ങളോട് പറഞ്ഞു തരൂ. വിരോധമില്ലെങ്കിൽ ഒന്ന് അങ്ങയുടെ സ്ഥിതി ഞങ്ങളോടൊന്ന് പറഞ്ഞു തരണേന്ന് ഭഗവാൻ പറയും. ശ്രീശുക ഉവാച ഇതി സ്മരാജ സംപൃഷ്ട കൃഷ്ണേന ആനന്ദമൂർത്തിന മാധവം പ്രണിപത്യാഹ കിരീടേനാർക്കവർച്ചസ. ശ്രീശുക ബ്രഹ്മർഷി പറയണു, കാണപ്പെടുന്ന സർവസ്വരൂപവും ശ്രീകൃഷ്ണന്റെ മൂർത്തിയായിരിക്കുന്നതിനാൽ ഒരു രൂപം ശ്രേഷ്ഠം മറ്റൊന്ന് നികൃഷ്ടം എന്ന ഭാവമൊന്നും ഭഗവാനില്ല. എങ്കിലും മായ കൊണ്ട് ലോകത്തെ മോഹിപ്പിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ പുത്ര പൗത്രന്മാരെ ന്യായം പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വിനയത്തോടുകൂടി ചോദിച്ചു. അപ്പോ അതാ മൃഗലാസരൂപം വെടിഞ്ഞ് ദേവശരീരം സ്വീകരിച്ചു നിൽക്കുന്ന നൃഗമഹാരാജാവ് സൂര്യ തേജസ് പോലെ വിളങ്ങുന്ന കിരീടത്താൽ അലങ്കരിക്കപ്പെട്ട ശിരസ്സുകൊണ്ട് ഭഗവാന്റെ പാദപങ്കജം സ്പർശിക്കത്തക്ക വിധം വീണു നമസ്കരിച്ച് എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞു. ഭഗവാനാണെന്ന് നൃഗമഹാരാജാവിന് മനസ്സിലായി. കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു. നൃഗ ഉവാച നൃഗോ നാമ നരേന്ദ്രോഹം ഇക്ഷ്വാകുതനയ പ്രഭോ ദാനിഷ്വാഖ്യായമാനേഷു യദീതേ കർണമസ്പൃശം. നൃഗം പറയണേ, ഹേ പ്രഭോ, ഞാൻ ഇക്ഷ്വാകുവിന്റെ പുത്രനായ നൃഗൻ എന്ന രാജാവാണ്. ദാനശീലന്മാരായ ജനങ്ങളുടെ പ്രസ്താവം വരുന്ന സമയങ്ങളിൽ അവിടുന്ന് എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഹങ്കാരത്തോട് കൂടിയിട്ടാ പറയണേ. ദാനശീലന്മാരുടെ പേരുകൾ ഇങ്ങനെ പറയുമ്പോഴേ എന്റെ പേര് അങ്ങ് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. മറുകൈ അറിയരുതെന്നാ പറയല്ലേ ദാനം ചെയ്യുമ്പോൾ. ഈ കൈ ഒരു കൈ കൊടുക്കണത് മറുകൈ അറിയരുത്, അതിങ്ങനെ പറഞ്ഞു നടക്കാൻ പാടില്ല. പക്ഷെ അതാ ഇത് തന്നെയാണ് അദ്ദേഹത്തിന് അധപ്പതനത്തിന് കാരണം എന്ന് പറയുന്നത്. കിന്നു തേ അവിദിതം നാഥ
സർവഭൂതാത്മസാക്ഷിണ കാലേനാവ്യാഹതദൃശോ വക്ഷ്യേഥാപി തവാജ്ഞയ. ഹേ നാഥ, സർവപ്രാണികളിലും അവിടുന്ന് മനസാക്ഷിയായിട്ടിരിക്കുന്നു. അങ്ങയുടെ ജ്ഞാനത്തിന് കാലദേശാദ്യവസ്ഥാഭേദങ്ങൾ കൊണ്ട് ഒരു നാശവും സംഭവിക്കില്ല. അങ്ങനെ ഇരിക്കെ അങ്ങയുടെ അറിവിൽപ്പെടാതെ പ്രാണികൾ വല്ല കർമ്മവും ചെയ്യുമോ? അതുകൊണ്ട് എന്റെ ചരിത്രവും അവിടുത്തേക്ക് നന്നായിട്ട് അറിയാം എന്ന് അടിയനറിയാം. എങ്കിലും അങ്ങയുടെ കൽപ്പന അനുസരിച്ച് ഞാൻ പറയാം. യാവത്യസികതാ ഭൂമേർ യാവത്യോ ദിവിതാരകാ യാവത്യോ വർഷധാരാശ്ച താവതീരദദാം സ്മഗാഃ. ഹേ പ്രഭു, ഭൂമിയിൽ മണൽത്തരികളും ആകാശത്തിൽ നക്ഷത്രങ്ങളും മഴക്കാലത്ത് മഴത്തുള്ളികളും എത്രയുണ്ടോ അത്ര അസംഖ്യം പശുക്കളെ ഞാൻ ദാനം ചെയ്തിട്ടുണ്ട്. ദാനം ചെയ്യുന്നതിന്റെ ആളുടെ ഇത് ആത്മപ്രശംസയാണല്ലോ പറയുന്നത്. കാര്യം ശരിക്കും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറയാൻ പാടില്ല, അല്ലെ? പയസ്വിനീ തരുണീ ശീലരൂപഗുണോപപന്ന കപിലാ ഹേമശൃംഗീ ന്യായാർജിതാരൂപ്യഘുരാ സവത്സാ ദുകൂലമാലാഭരണാദാവഹം. പിന്നെയും പറയണു, ഹേ പ്രഭു, ഞാൻ ദാനം ചെയ്ത എല്ലാ പശുക്കളും അധികം പാൽ കറക്കുന്നവയും പ്രായം കുറഞ്ഞവയും സ്വഭാവഗുണവും കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ളവയും ചെമ്പിച്ച നിറം കൊണ്ട് ശോഭിച്ചവയും കൊമ്പുകളിൽ സ്വർണവും കുളമ്പുകളൊക്കെ വെള്ളി കെട്ടിച്ച് അങ്ങനെ അലങ്കരിച്ച് വിശേഷ വസ്ത്രാഭരണങ്ങൾ ധരിപ്പിച്ചവയും ന്യായമായ വിധത്തിൽ എന്നാൽ സമ്പാദിക്കപ്പെട്ടവയുമായിരുന്നു. അങ്ങനെയാണ് ദാനം ചെയ്യേണ്ടത്. അല്ലാതെ ആരുടെയും കട്ടുപറിച്ചിട്ടും ഒന്നുമല്ല. ന്യായമായ വിധത്തിൽ സമ്പാദിച്ചിട്ട് എല്ലാം ധാരാളം പാല് കറക്കണത്, ഏറ്റവും ചെറിയ പ്രായം, നല്ല സ്വഭാവ ഗുണം, ഇങ്ങനെ കുത്തണ പശുക്കളൊന്നും അങ്ങനെയൊന്നും ദാനം ചെയ്യാൻ പാടില്ല പറയും. നല്ല ഭംഗിയുണ്ട് കാണാനും. ചെമ്പിച്ച നിറം, കൊമ്പുകളിലൊക്കെ സ്വർണം കെട്ടിച്ച് കുളമ്പുകളിൽ വെള്ളി കെട്ടിച്ച് അങ്ങനെ, എന്നിട്ട് ആഭരണങ്ങള് വസ്ത്രങ്ങളൊക്കെ വെച്ച് അങ്ങനെയാണ് ഞാൻ ദാനം ചെയ്തിട്ടുള്ളത്. അപ്പോ ദാനം ചെയ്യപ്പെട്ട വസ്തു ശുദ്ധവും ദാനവിധി പ്രകാരമായിരുന്നു എന്ന് അതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ സാരം. അങ്ങനെയാണ് ദാനം ചെയ്യേണ്ടത്. ഈ രണ്ടു ഗുണവും വസ്തുവിനുണ്ടെങ്കിലും അത് ദാതാവിന്റെ ഗർവം. ഇതൊക്കെ ചെയ്തിട്ടും അദ്ദേഹം ഒരു ഓന്തായിട്ട് മാറാൻ എന്താ കാരണം? അദ്ദേഹത്തിന്റെ ആ ഗർവം മാത്രം. സ്വലംകൃതേഭ്യോ ഗുണശീലവദ്ഭ്യ സീതത് കുടുംബേഭ്യ ഋതവ്രതേഭ്യ തപശ്രുത ബ്രഹ്മവദാന്യസൽഭ്യ പ്രാദാം യുവഭ്യോ ദ്വിജപുംഗവേഭ്യ. ദാനം ചെയ്യുന്ന വസ്തു ശുദ്ധമായതായിരിക്കണം. വിധിപ്രകാരം ദാനം ചെയ്യുകയും വേണം എന്ന് കാണിക്കാനായിട്ട് ആ മുമ്പത്തെ ശ്ലോകത്തില് ആ വസ്തുശുദ്ധി ക്രിയാശുദ്ധിയൊക്കെ പറഞ്ഞിട്ട് പാത്രശുദ്ധിയും ദാനം ചെയ്യുമ്പോൾ നോക്കേണ്ടതാണെന്ന് അത് പറയാൻ വേണ്ടിയിട്ട് ആ പാത്രത്തെ പറ്റിയും നന്നായി ചിന്ത ചെയ്തു തന്നെയാണ് ഞാൻ ദാനം ചെയ്തതെന്ന് നൃപൻ പറയാണ് ഭഗവാനോട്. ഭഗവാനെ, ഞാൻ ദാനം ചെയ്തത് സൽപാത്രത്തിൽ തന്നെയായിരുന്നു. സ്നാനം, ത്രിപുണ്ഡ്രധാരണം, ശുദ്ധവസ്ത്രധാരണം മുതലായവ കൊണ്ട് അലങ്കരിച്ചവരും വിഷയവൈരാഗ്യം, യഥാലാഭ സന്തുഷ്ടി മുതലായ ഗുണങ്ങളും സമഭാവം, ശാന്തത മുതലായ ശീലഗുണങ്ങളുള്ളവരും നിത്യവൃത്തിക്ക് വേറെ മുതൽ ഇല്ലാത്തത് കൊണ്ട് ക്ലേശിക്കുന്ന പുത്രധാരാദികളോട് കൂടിയവരും ധർമ്മം, തപസ്, മാത്സര്യമില്ലായ്മ, ലജ്ജ, ക്ഷമ, അസൂയയില്ലായ്മ, യാഗം, സമം, സത്യം, ദാനം, ധൃതി, ശ്രുതം, ഇങ്ങനെ 12 വിധം വ്രതങ്ങള് മറ്റുള്ളവരെ ബോധ്യം വരുത്താൻ വേണ്ടിയിട്ടെന്ന മട്ടിലല്ലാതെ ശരിക്കും പരമാർത്ഥമായി ആചരിച്ചു വരുന്നവര് അങ്ങനെയുള്ള ബ്രാഹ്മണർക്കാണ് ഞാൻ ദാനം ചെയ്തത്. പിന്നെയോ തപസ് കൊണ്ടുള്ള പ്രസിദ്ധി, വേദം പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും അതിസാമർഥ്യവും സാധുത്വം ഉള്ളവര്, അങ്ങനെയുള്ള ഗൃഹസ്ഥാശ്രമികളായ ബ്രാഹ്മണ ശ്രേഷ്ഠർക്ക് തന്നെയാണ് ഞാൻ ദാനം ചെയ്തത്. ഏറ്റവും ഗുണങ്ങൾ ഉള്ളവര്, അങ്ങനെ വേണ്ട ആളുകൾക്ക് തന്നെയാണ് ഞാൻ ചെയ്തത് എന്ന് പറയണം. ഗോഭൂഹിരണ്യായതനാശ്വഹസ്തിന കന്യാ സദാസി സ്ഥിലരൂപ്യശയ്യാ വാസാംസി രത്നാനി പരിച്ഛദാൻ രഥാൻ ഇഷ്ടം ജയജ്ഞൈശ്ചരിതം ച പൂർത്തം. ഗോദാനം മാത്രമല്ല, അതുകൂടാതെ ഭൂമി, സ്വർണം മുതലായിട്ടുള്ള പല സാധനങ്ങളും ഞാൻ ദാനം ചെയ്തിട്ടുണ്ട്. യാഗങ്ങൾ കൊണ്ട് ദേവന്മാരെയും വാപീകൂട തടാക അന്ന സത്രാദി നിർമ്മാണം കൊണ്ട് ഇഹലോകത്തിൽ വസിക്കുന്നവരെയും ഞാൻ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അതായത് കുളം, കിണറ്, തടാകങ്ങള് ഒക്കെ കുഴിക്കുക, ധാരാളം പേർക്ക് വസ്ത്രം ദാനം ചെയ്യുക,
ഇങ്ങനെ ഇഹലോകത്തിൽ വസിക്കുന്ന ജനങ്ങളെയും ഞാൻ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ദേവന്മാരെ മാത്രമല്ല എന്ന് പറയും. യാഗങ്ങളൊക്കെ ചെയ്ത് ദേവന്മാരെ സന്തോഷിപ്പിച്ചു, ജനങ്ങൾക്ക് വേണ്ടതെല്ലാം ദാനം ചെയ്ത് ജനങ്ങളെയും ഭൂലോകവാസികളെയും ഞാൻ സന്തോഷിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.